ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന 10th പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ വീഡിയോ ആണിത്. ഇത് പാർട്ട് 11 ആണ്. ഇതിന് മുമ്പേ ഉള്ള പാർട്ടുകളെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ എ കെ കസ്തൂരിരംഗൻ. അടുത്ത ക്വസ്റ്റ്യൻ: 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി താലോലം. കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. വൃക്ക തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയും ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നതും ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ. ഹിമാചൽ പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രങ്ങളാണ് ഡൽഹൌസി, നൈനിറ്റാൽ, ഡാർജിലിംഗ്, മസൂറി. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് സിവാലിക്. ഡ്യൂൺസ് താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. സിവാലിക്കിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഡ്യൂണാണ് ഡെറാഡ്യൂൺ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഉത്തരമഹാസമതലത്തെയാണ്. ഉത്തരമഹാസമതലം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായിട്ടാണ്. ഉത്തരമഹാസമതലങ്ങളിലെ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപത്തെ ബങ്കർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. നമുക്ക് തീരസമതലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങിയിട്ട് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഭാഗം, അതായത് നമ്മുടെ ബംഗ്ലാദേശ് വരെ നീളുന്ന ഭാഗമാണ്. ഇവിടെ 6100 കിലോമീറ്ററോളം നീളമാണ് ഇതിനുള്ളത്. ഈ തീരപ്രദേശത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം എന്നും മറ്റൊന്ന് കിഴക്കൻ തീരസമതലം എന്നും. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് ഇതിന്റെ നീളം. താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഇതിനെ ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലമെന്നും ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൽ
പ്രധാനമായും കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത്. എന്നാൽ കിഴക്കൻ തീരസമുദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. സുന്ദരവൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇത് നീണ്ടുകിടക്കുന്നത്. താരതമ്യേന ഇതിന് വീതി കൂടുതലാണ്. കോറമണ്ടൽ തീരസമുദ്രം എന്നും വടക്കൻ സിർക്കാസ് തീരസമുദ്രം എന്നിങ്ങനെ ഇതിനെ തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ പ്രധാനമായും ഡെൽറ്റ രൂപീകരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വീതി കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക എന്നതാണ്. ആൻസർ ഓപ്ഷൻ സി, ലൂണി നദിയാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇവയ്ക്ക് പ്രധാനമായും ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. എന്നാൽ നർമ്മദയും താപ്തിയും സബർമതിയൊക്കെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലാൻഡ് ലോക്ക്ഡ് റിവർ എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. ലവണവാരി നദി എന്നും സാൾട്ട് റിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് ലൂണി നദിയാണ്. ലൂണി നദി എൻഡ് ചെയ്യുന്നത് റാൻ ഓഫ് കച്ചിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇതിലേറ്റവും ഫലപുഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണാണ് ബങ്കർ എന്നും പുതുതായി രൂപം കൊള്ളുന്ന മണ്ണിനെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. കറുത്ത മണ്ണ്, റിഗർ മണ്ണ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ചെമ്മണ്ണ്. ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമികളിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ചെങ്കൽ മണ്ണ് എന്നും അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ, കുരുമുളക്, കശുവണ്ടി, തെങ്ങ് എന്നിവയ്ക്കൊക്കെ ആവശ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മണ്ണാണ് പർവ്വത മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. ചതുപ്പ് നിലയങ്ങൾ കാണപ്പെടുന്ന മണ്ണ് പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഓസോൺ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെപ്റ്റംബർ 16. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജന്. അന്തരീക്ഷത്തെ നമ്മൾ പ്രധാനമായിട്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അതിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിൽ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 125 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്ന പ്രക്രിയയെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്.
ഓസോൺ പാളി കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 1989 ജനുവരി 1 സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നതും മീസോസ്ഫിയറിനെയാണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഏറ്റവും താപനില കൂടിയ പാളിയും തെർമോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലവും അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന് മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ആൻസർ ഓപ്ഷൻ എ മണികരൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ സി സോജില. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശത്തുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ചുരങ്ങളാണ്. പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബനിഹാൾ ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബാരാലച്ചാല സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപ്പൂലെ ഉത്തരാഖണ്ഡിനെയും തിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ഹിമാചൽ പ്രദേശ് തിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. നാതുല സിക്കിം തിബറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ആൻസർ ഓപ്ഷൻ എ ഖാരിഫ്. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ് ഖാരിഫ് കാലം, റാബി, സെയ്ദ്. ഖാരിഫ് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മുതൽ നവംബർ വരെയുള്ള കാർഷിക കാലമാണ് ഖാരിഫ് കാലം. ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്റ, രാഗി, ചണം, എള്ള്, നിലക്കടല എന്നിവ. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. റാബി വിളകൾ നവംബർ മുതൽ മെയ് വരെ, ഏപ്രിൽ മെയ് കാലഘട്ടം വരെയാണ് റാബി വിളകൾ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് റാബി വിളകൾ. പ്രധാനപ്പെട്ട സെയ്ദ് വിളകളാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. വേനൽക്കാല വിളയാണ് സെയ്ദ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ആൻസർ ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946. 11 മണിക്ക് 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികളാണ് ഇതിലുണ്ടായിരുന്നത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളായിരുന്നു സമ്മേളന വേദി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23, 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയും VT കൃഷ്ണമാചാര്യയുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946 ആയിരുന്നു.
സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. എന്നാൽ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 1993 സെപ്റ്റംബർ 28 നിയമപ്രകാരം 1993 ഒക്ടോബർ 12 നിലവിൽ വന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ 2 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 2006-ലും 2019-ലുമാണ്. 2019 ഭേദഗതി നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നാണ്. 2019 ഭേദഗതി പ്രകാരം അംഗങ്ങളുടെ എണ്ണം 6 ചെയർമാന് പ്ലസ് 5 അംഗങ്ങളുമാണ്. അതിൽ ഒരാൾ വനിതയായിരിക്കണമെന്ന് നിർബന്ധമാണ്. ചെയർമാൻ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയൊരു വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ വ്യക്തിയാവണം. 3 മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരിക്കണം. അതിലൊരു വനിത നിർബന്ധമായിരിക്കണം. അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ 6 അംഗങ്ങളുണ്ട്. ഒന്ന് പ്രധാനമന്ത്രി, മറ്റൊന്ന് ആഭ്യന്തരമന്ത്രി, മറ്റ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ സ്പീക്കർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. അതുപോലെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്, വനിതാ കമ്മീഷൻ ചെയർമാന്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്, അതുപോലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാന്, അംഗവൈകല്യമുള്ളവരുടെ കമ്മീഷൻ ചെയർമാന്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ ആദ്യം അത്. മനുഷ്യാവകാശ കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ കമ്മീഷന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്കും ചെയർമാനും 3 വർഷ കാലാവധിക്ക് ശേഷം വീണ്ടും അംഗമാവാനും വീണ്ടും ചെയർമാനാവാനും ഉള്ള യോഗ്യതയുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ തലവൻ DGP റാങ്കിൽ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ പരാതികളുടെ അന്വേഷണത്തിന് മേൽ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും. ഒരു സംഭവം നടന്ന് 1 വർഷത്തിന് മുമ്പാണെങ്കിൽ അത്തരം പരാതികളിൽ കമ്മീഷന് ഇടപെടാൻ അധികാരവും ഇല്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരാംഗമായ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാന് രംഗനാഥ് മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷന് അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതുപോലെ ഏറ്റവും കൂടുതൽ അധ്യക്ഷനായ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ദളിത് വ്യക്തിയും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. 1863 ആഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീ മൂലം തിരുനാൾ 1914. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1893
പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വില്ലുവണ്ടി സമരം നടത്തിയതും അയ്യങ്കാളിയാണ്. അതുപോലെ 1915 90-ാം ആണ്ട് ലഹള നടത്തിയതും അയ്യങ്കാളിയാണ്. ഊരൂട്ടമ്പലം ലഹള എന്നും പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ 90-ാം ആണ്ട് ലഹളയാണ്. 1915 നടന്നിട്ടുള്ളത്. കല്ലുമാല സമരം നടന്നത് 1915 പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരത്തെയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂര്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം.